മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ദൈവം ചൊരിഞ്ഞ അനവധിയായ നന്മകളെ പ്രഘോഷിക്കുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് അവിടുന്ന് നൽകിയ കുഞ്ഞുങ്ങളെ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന അബുദാബി നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടുമ്പോൾ കൂടുതൽ കുഞ്ഞുമക്കളെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ള മക്കളായി വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ സ്നേഹമുള്ള കൂട്ടുകാരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇന്ന് ഈശോയെ സ്നേഹിക്കുകയും ഈശോയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ജോയ് ചേട്ടനും കുടുംബവുമാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്കവരെ പരിചയപ്പെടാം. മൂത്താൾ മനു +2 കഴിഞ്ഞു, രണ്ടാമത്തെ സോനു 8-ാം ക്ലാസ്, മൂന്നാമത്തെ അമല് 7-ാം ക്ലാസ്, നാലാമത്തെ ഏലിയാസ് 1-ാം ക്ലാസ്. ഇവർ രണ്ടാം ചേർത്തിയിട്ടില്ല ഇപ്പോൾ. തെരസ, മറിയം, 7-ാമത്തെ സെലീൻ 2 വയസ്സായി. സെലിനെയാണ് നമ്മളെ കാണാത്ത ടി വിയിലെ ശലം ടി വിയിലെ. ജോയ് ചേട്ടാ, ഇന്ന് ഏതിനും എന്തിനും ഓൺലൈനിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്ന ഈ കാലത്ത് പ്രത്യേകമായിട്ട് മാതാപിതാക്കളൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കുട്ടികൾ തന്നെ വീട്ടിലാവുന്ന അവസ്ഥ, അവർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനുണ്ട്, അവർ തന്നെ കൂട്ടിലകപ്പെട്ട അവസ്ഥ, അതുപോലെ തന്നെ അവരെ രണ്ടുപേരുടെ പോലും അവരെ മാനേജ് ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഇവിടുന്ന് പാടുപെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ഓരോ പേരൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ 7 മക്കളുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നിങ്ങളൊക്കെ നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ ദൈവം അത് എങ്ങനെയാണ് നിങ്ങളെ ക്രമീകരിച്ചതെന്ന് പറയാമോ? 3 വർഷം മുന്നേ സാലോമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 6 മക്കളായിരുന്നു. ഇപ്പോൾ 7 മക്കൾ. അങ്ങനെ കർത്താവ് കൂടെ ഞങ്ങളെ നടത്തായിരുന്നു. ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് കുടുംബം നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജോലി പോയത്. ജോലി പോയി ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് UAE ലോക്ക്ഡൗൺ വന്നത്. ഇങ്ങനെ അന്നേരം മക്കളെ ബേബി സിറ്റിങ്ങിലാക്കാനും ആ ബുദ്ധിമുട്ടും, പിന്നെ ആ മക്കൾ ഓൺലൈൻ ക്ലാസ്സുകൾ, അതുമാതിരി തന്നെ ഇനിയിപ്പോൾ ഈ ഞാനൊരു അത് മുന്നേ നെറ്റ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ, നെറ്റ് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് മുൻകൂട്ടി ഞാൻ നെറ്റ് കണക്ഷനൊക്കെ എടുത്ത് ഒരു കമ്പ്യൂട്ടറൊക്കെ മേടിച്ച് ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കാൻ ജോലി ഇതല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന് എല്ലാം റെഡി സജ്ജീകരിക്കാൻ. അത് എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയെല്ലാം അതും സജ്ജീകരിച്ചു. പിന്നെ എന്തെങ്കിലും മുന്നേ മെയിൻ്റനൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ അത് ഒരു സഹായമായി. ദൈവം അത് പരിപാലിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും, അല്ലെങ്കിൽ കാറ്ററിംഗ് കമ്പനിയിലായിരുന്നു കുറച്ച് ആൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ എല്ലാം ഓൾറൗണ്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കാനായിരുന്നു കർത്താവിൻ്റെ ഇഷ്ടം. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇത് ഇപ്പോൾ നോക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കർത്താവാണ് നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് ഇപ്പൊ മനസ്സിലായത്. ജോലി പോയ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് പുറത്തു പോകണം, വീട്ടിലിരിക്കരുത് എന്നൊരു ഇതായിരുന്നു. പിന്നെ കുഞ്ഞു മക്കളെ നോക്കാൻ അറിയില്ലായിരുന്നു. അപ്പോ 7 മക്കളും പപ്പയും ഒരുമിച്ച് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ ദൈവം അത് എങ്ങനെ അതിൽ കൂടെ കടന്നു പോകണം എന്നുള്ളത് പഠിപ്പിച്ചു. ഇപ്പൊ ജോയിന് തിരിഞ്ഞു നോക്കുമ്പോ വ്യക്തമാണ് ഇത് ദൈവം ക്രമീകരിച്ചതായിരുന്നു എന്നുള്ളത് ശരിക്കും മനസ്സിലായി. അന്ന് നമുക്ക് ടെൻഷൻ ഇവരതായ ഒരു ഇതൊക്കെ ഉണ്ട്, ചാട്ടം മുട്ടും അടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ ഒരു പിതാവായിട്ട് നോക്കുമ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് അത് നമ്മളങ്ങോട്ട്
നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന്റെ ഒരു ഇത് തന്നെയായിരുന്നു അതെ അല്ലേ? അതെ, അതൊരു എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച്, കാറ്ററിംഗ് സർവീസിലൂടെ ആണെങ്കിലും മെയിൻ്റനൻസ് സർവീസിലൂടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച് ഔസേപ്പിതാവിനെ പോലെ തന്നെ കുടുംബത്തെ വീട്ടിൽ ഇരുന്ന് കുടുംബങ്ങൾ നോക്കുന്ന ഒരു അവസ്ഥ അല്ലേ? കർത്താവ് അത് ശരിക്കും പരിപാലിക്കുകയാണ് അത്രയും. കാരണം ഇതിനൊക്കെ പഠിപ്പിച്ചു തന്നത് അതിന് മുന്നതൊക്കെ എന്നെ നടത്തി. എനിക്ക് അന്ന് അറിയില്ല, അന്ന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. അപ്പം പക്ഷെ അത് കർത്താവ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ഒരു സമയം വരുന്നു, അത് മുൻകൂട്ടി വളരെ. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കോവിഡും വന്നിരുന്നു. അതും വളരെ ഒരാൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് അതും വളരെ ഭംഗിയായി കർത്താവ് വേണ്ടി എല്ലാം ക്രമീകരിച്ചു. എനിക്ക് വിജയോട് ചോദിക്കാനുള്ളത്, നമുക്ക് ഇപ്പോൾ എല്ലാ കുർബാനകളെല്ലാം ഓൺലൈനാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഓഫ്ലൈനും നടക്കുന്നുണ്ട്, പക്ഷേ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഓൺലൈനാണ് കുർബാനകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ ഓൺലൈനല്ല ഓഫ്ലൈൻ ആണെങ്കിൽ പോലും പോകാനും ആ വിശ്വാസി വളരാനും ഒക്കെ വിജയ കൃപ കിട്ടിയത് എങ്ങനെയാണ്? അതുപോലെ ആ മക്കളെയൊക്കെ അതിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? 2012 ദുബായിൽ വട്ടാലിച്ചിൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ ഈശോ കൂദാശകളിൽ വളർത്തി. അതെനിക്ക് അനുഭവമാക്കി തന്നു. ആ ധ്യാനത്തിന് ശേഷം ഞാൻ വന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് പോയിട്ട് എനിക്കൊരു നിർവികാരതയായിരുന്നു. കുമ്പസാരിച്ചതായിട്ടൊരു ധ്യാനം കൂടിയതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. അങ്ങനെ ആ ഒരു വിഷമത്തോടെ ജോലി സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈശോ എന്നോട് പറഞ്ഞു, നീ കുമ്പസാരത്തിന് മുൻപ് കുമ്പസാരത്തിനുള്ള ജപം ചെല്ലിയില്ല, കുമ്പസാരം കഴിഞ്ഞിട്ട് മനസ്താപ പ്രകരണം ചെല്ലിയില്ല എന്ന് പറഞ്ഞു തന്നു. ഞാൻ 2 ദിവസം മുന്നാണ് കുമ്പസാരിച്ചത്. അതിനുശേഷം ഈ 2 ജപങ്ങളും ഞാൻ ചെല്ലുന്നത് ജോലി സ്ഥലത്തിരുന്നാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞത് എൻ്റെ ഉള്ളിലൊരു വലിയൊരു ആത്മനിറവ് ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായി. അന്നേരമാണ് തിരുസഭ പഠിപ്പിക്കുന്ന എഴുതിയ പ്രാർത്ഥനകളാണെങ്കിലും അതിൻ്റെ ഇപ്പോൾ കുമ്പസാരത്തിന് മുന്നേ കുമ്പസാരത്തിനുള്ള ജപം ചെല്ലണം എന്നുള്ള ഒരു കാര്യം സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മളിലേക്ക് വരുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, അഭിഷേകമാണെന്ന് എനിക്ക് അന്നാണ് ബോധ്യം ഉണ്ടായത്. പിന്നെ മക്കളെ ഇതിനു വേണ്ടി ഒരുക്കി വിടാന്ന് പറഞ്ഞ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കി വിടുന്നത് അതും കുർബാനയിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം കുമ്പസാരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ പോയിട്ട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ അച്ഛൻ കാസിയും പീലാസിയും പൊന്തിച്ചിട്ട് പറയാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടനെ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആണ് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഞാൻ കുമ്പസാരിക്കാൻ പറ്റാണ്ട് നടക്കണ ആ പാപഭാരം ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ സമർപ്പിച്ചാൽ അത് ഈശോ ഏറ്റെടുക്കല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നു. ഞാൻ ആ പാപങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ആ കുർബാനയിലേക്ക് സമർപ്പിച്ചു. ഉടനെ എൻ്റെ നെഞ്ചിൽ നിന്ന് ആ കനം മുഴുവൻ ആ കുർബാനയിലേക്ക് പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാലും ഞാൻ അത് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അന്നേരം നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റീനെ ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഫാദർ ജോർജ് കുന്നേലായിരുന്നു. ഒരിക്കൽ ഞാൻ ജോയിൻ്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടും വഴക്കുണ്ടാക്കിയിട്ടും, കാരണം കുർബാനയ്ക്ക് പോകാൻ നേരം വൈകണമെന്നുള്ളതാണ്, കുർബാനയ്ക്ക് പോകാൻ ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ കാരണത്താൽ വഴക്കുണ്ടാക്കിയിട്ട് കുർബാനയ്ക്ക് പോയി നിൽക്കുകയാണ്. പക്ഷെ ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഭാരം, നെഞ്ചിൽ വലിയൊരു കനം. എനിക്ക് തല നിവർത്തി ആ കുർബാന ചൊല്ലുന്ന അച്ഛനെ നോക്കാനോ കുർബാനയിലത്തെ ഒരു പ്രാർത്ഥന ചൊല്ലാനോ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണടച്ച് ഈ ഒരു അവസ്ഥ, എനിക്ക് ഈശോ എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാണ് എൻ്റെ നെഞ്ചിൽ നിന്ന് ഈ കനമെല്ലാം തന്നെ എടുത്തു മാറ്റപ്പെടുന്നു, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ എന്നെ ഓൾട്ടർ ചെയ്യുന്നു, എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം എവിടെ വെച്ച് ഞാൻ അച്ഛനോട് പേഴ്സണലി എൻ്റെ ഒരു പ്രശ്നം പറയാൻ ഞാൻ പോയിട്ടില്ല, പക്ഷെ അച്ഛൻ എന്നെ ഒന്ന് നോക്കിയാൽ അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടാവും. അപ്പം ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ മക്കൾ കുർബാനയ്ക്ക് പോകുമ്പോൾ, ഈവൻ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന ആണെങ്കിൽ പോലും ഞാൻ പറയും, കുർബാനയ്ക്ക് മുന്നേ മക്കളെ കുർബാന സ്വീകരിക്കണതിൽ മുന്നേ നിങ്ങൾ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം, മനസ്താപ പ്രകരണം ചെല്ലിയ കുർബാന സ്വീകരിക്കാവുള്ളൂ. പിന്നെ അച്ഛന്മാരെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പോയിട്ട് ബ്ലെസ്സിങ് മേടിക്കണം. അത് ഈശോ തന്നെയാണ് നിങ്ങൾക്ക്
ബ്ലെസ്സിങ് തരുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് എന്നും വിടുന്നത്. പിന്നെ ഇങ്ങനെ അച്ഛനിലൂടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഒരു ദിവസം ഇരുന്ന് ഈശോ തന്നെ എനിക്ക് ഓർമ്മിപ്പിച്ച് തരാണ്, 1 by 1 ആയിട്ട് ഓർമ്മിപ്പിച്ച് തരാണ്. അപ്പം ഞാനിങ്ങനെ ഇതെല്ലാം ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ എന്നോട് പറഞ്ഞു, അതിനു മുന്നേ എനിക്ക് എൻ്റെ ഒരു ഒട്ടും പക്വതയില്ലാത്തൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ധ്യാനത്തിന് പോയിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ്, ധ്യാന കേന്ദ്രങ്ങളിലുള്ള അച്ഛന്മാർ ഇടവക പള്ളിയിൽ വരണം. ധ്യാന കേന്ദ്രങ്ങളിലുള്ള അച്ഛന്മാർ ഇടവക പള്ളിയിൽ കുർബാന ചെല്ലുമ്പോഴാണ് അവിടുത്തെ പോലത്തെ ഒരു അഭിഷേകം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത. ഈശോ അത് ഞാൻ വെറുതെ ചിന്തിച്ച കാര്യമാണ്, പക്ഷെ ഈശോ എൻ്റെ ആ ചിന്തകൾ കാണുന്നുണ്ടായിരുന്നു. ഈശോ എന്നോട് ഇതെല്ലാം ഓർമ്മിപ്പിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച കാര്യമല്ലേ ഇടവക പള്ളിയിലെ ധ്യാന കേന്ദ്രത്തിലത്തെ അച്ഛന്മാർ കുർബാന ചെല്ലാൻ വേണമെന്ന്. ഇനി നീ പ്രാർത്ഥിക്കണം, നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ മക്കളിൽ നിന്ന് ഈശോനെ അറിഞ്ഞ വൈദികരുണ്ടാവാൻ, ദൈവവിളി ഉണ്ടാവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് ഞാൻ മക്കള് വിശുദ്ധരായ ആവണം എന്നും അവരിൽ ഈശോനെ അറിഞ്ഞ് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ഇങ്ങനെ വിശ്വാസത്തിൽ ഈശോ വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണം ഈശോ തന്നെ നമുക്ക് അനുവദിക്കും. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയ സമയമായിരുന്നു താഴെയുള്ള മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിൻ്റെ തൊടയെല്ലിന് നീളം കുറവാണ്, കുഞ്ഞിന് എക്കോജെനിക് ബവൽ സിൻഡ്രോം ഉണ്ട്. അന്ന് എനിക്ക് എക്കോജെനിക് ബവൽ സിൻഡ്രോം എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയില്ല, വേറൊരു സെക്കൻഡ് ഒപ്പീനിയന് ഞാൻ പോയില്ല. അവിടെ ഇരുന്ന് ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോയെ, ആത്മീയതയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചാൽ നടക്കില്ല. ഒന്നുകിൽ ഈശോ ആ കാര്യം നമുക്ക് നടത്തി തരും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാനുള്ളൊരു ദൈവിക കൃപ ദൈവം പ്രത്യേകമായിട്ട് നമുക്ക് തരും. ഞാൻ 2 കാര്യം ഈശോനോട് പറഞ്ഞു, നിൻ്റെ ഹിതം എന്താണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തും ഇത് പറഞ്ഞു. ഞങ്ങൾ 2 പേരും വിശുദ്ധ കുർബാനയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്കറിയണം, ഞങ്ങളുടെ ഒരു എൽഡർ ആൻറ്റി ഉണ്ട്, ആൻറ്റീനോടും അങ്കിളിനോടും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു. 3 പ്രാവശ്യത്തെ സ്കാനിങ്ങിന് ശേഷം 4-മതും അവരൊരു സ്പെഷ്യൽ അപ്രൂവൽ എടുത്ത് 4-മത്തെ ഒരു സ്കാനിങ്, അത് ഡെലിവറിക്ക് 1 ആഴ്ച മുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്കൊരു രോഗിയായിട്ടുള്ളൊരു കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഡെലിവറി ആയി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, എക്കോജെനിക് ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് പിന്നീടാണ് ഞാൻ കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, കുഞ്ഞിൻ്റെ കുടലിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ അത് ക്യാൻസറസ് ലീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലഡ് നമ്മുടെ വയറിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ബ്ലഡ് സക്ക് ചെയ്തിട്ടുണ്ടായ ഒരു ഇതായിരിക്കാം. പക്ഷെ കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ്, സ്കാനിങ്, സർജറി എന്തൊക്കെയാണെങ്കിലും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പക്ഷേ പിന്നെ ഡോക്ടർ അന്നേരം ഡെലിവറിക്ക് മുന്നേ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഫീറ്റൽ മെഡിസിന് കാണിക്കണം, കൺസൾട്ട് ചെയ്യണം. പക്ഷേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഫീറ്റൽ മെഡിസിനെ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ വളരെ ബോൾഡായിട്ട് അന്ന് എന്നോട് സംസാരിച്ചത്, നിങ്ങളുടെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഫീറ്റൽ മെഡിസിനെ കാണിക്കില്ല എന്ന് എന്നോട് ചോദിച്ചത്. അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഫീറ്റൽ മെഡിസിന് നമുക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും, കുഞ്ഞിന് കുറവുള്ള കുഞ്ഞിന് ഫീറ്റൽ മെഡിസിനെ കാണിച്ച് അവർക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും. ഡോക്ടർ പറഞ്ഞു, അവർക്ക് ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള സ്കാനിങ് ഉണ്ട്. പക്ഷേ അഡ്വാൻസായ സ്കാനിങ് ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രശ്നങ്ങളെ പറഞ്ഞു തരാം, അല്ലാതെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ഉള്ളൊരു പ്രശ്നം തീർക്കാൻ പറ്റാത്തൊരു ആളുടെ അടുത്ത് ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് എന്താ കാര്യം, നമ്മുടെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, അതുകൊണ്ടാണ് എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ടാണ് ഡോക്ടർ അന്ന് എന്നോട് അവസാനത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വളരെ
ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഡെലിവറി ആവുന്ന നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് രോഗിയായ ഒരു കുഞ്ഞിനെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഡെലിവറി ആയി കഴിഞ്ഞ് അന്ന് തന്നെ രാത്രിയിൽ മോള് 3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ദൈവം വിശ്വാസത്തിൻ്റെ പരീക്ഷണം തരുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് അന്ന് ഈശോ തന്നു. ഇവരെല്ലാവരും വീട്ടിലിരുന്ന് പഠിത്തം തുടങ്ങുന്ന സമയത്ത് ഏലിയാസ് KG 1 അപ്പം അവന് ടീച്ചേഴ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. അപ്പം അത് ആദ്യം എനിക്കതൊരു ഭാരമായിരുന്നു. ചെറിയ ആളായിരുന്നു, സെലിൻ ഒത്തിരി കുഞ്ഞായിരുന്നു, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. പിന്നെ അത് ചേട്ടന്മാർ തന്നെ അതങ്ങ് ഏറ്റെടുത്തു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചർ എന്താ പറഞ്ഞേ, എന്താണ് ചെയ്തു കൊടുക്കാനുള്ളത്, അത് എന്താണ് അവൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നൊക്കെ അവർ തന്നെ പറഞ്ഞു കൊടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് നമുക്കതൊരു ഭാരമല്ലായിരുന്നു. പിന്നെ അവർ തന്നെ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുമായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ കുർബാനയൊക്കെ ലോക്ക്ഡൗൺ ഇതൊക്കെ വന്നപ്പോൾ കുർബാന പിന്നെ ഓൺലൈനിലായി. അങ്ങനെ ശേഷം ഞങ്ങൾ ഓൺലൈനിൽ നമ്മുടെ ഇടവകയിലെ അബുദാബി സെൻറ്റ് ജോസഫ് പള്ളിയുടെ സമയത്തിൽ ആ സമയങ്ങളിലുള്ള കുർബാനകൾ കൂടിയിരുന്നു. അത് നമ്മൾ പള്ളിയിൽ എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് അതേമാതിരി തന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന് കുർബാന സ്വീകരിക്കുന്നു. അതുപോലെ വല്ല ധ്യാനങ്ങളും വചന ശുശ്രൂഷകളായാലും ആരാധനയായാലും നമ്മളെ ബ്ലെസ്സിങ്ങും അതും അതിൻ്റെതായ വിശ്വാസത്തിൽ നിന്ന് ഭയങ്കര അഭിഷേകമായിരുന്നു. കാരണം നമ്മളിങ്ങനെ വീട്ടിലൊരു അതേമാതിരി തന്നെ ഇരുന്നു. പക്ഷെ വീട്ടിൽ നമ്മളൊരു ഇതായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ലോകത്തിൻ്റെ ഇതിലായിരുന്നു നടക്കുമ്പോഴും ആ ഒരു ഇത് വീട്ടിൽ നമുക്ക് ബ്ലെസ്സിങ് കിട്ടുമ്പോൾ ഭയങ്കര ആ സമയങ്ങൾ ഭയങ്കര അഭിഷേകമായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷ വചന ശുശ്രൂഷ എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് കിട്ടും. ആ ബ്ലെസ്സിങ് പോയി നമ്മളവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഭിഷേകമായിരുന്നു. ശക്തിയാണ്, നമുക്ക് ഈശോൻ്റെ ശക്തി കിട്ടിയിരുന്നു. ആ സമയത്ത് പ്രത്യേകമായിട്ട് ജോയ് വീട്ടിൽ തന്നെയാണല്ലോ. അപ്പം ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മക്കളുടെ കൂടെ ഇരിക്കുമ്പം അത് പറ്റാത്തൊരവസ്ഥയും കൂടിയായിരുന്നു. അപ്പം അത് കടന്നു പോകുന്ന സമയത്തെല്ലാം ഈ ഒരു വൈദികരുടെ ബ്ലെസ്സിങ് നമുക്ക് വേണ്ട അന്നേരം ടോക്ക് എന്തെങ്കിലും ദൈവം വന്നിട്ട് തരും, ആശ്വാസം. അതെങ്ങനെയാണ് ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ വലിയവരാവും നല്ലവരാവും, ഇതൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും ടോക്ക്. ഇതൊക്കെ അവരുടേതായ കുറെ കുറുമ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അതിലേക്ക് നോക്കാണ്ട് ഇങ്ങനെയുള്ള ഒരു ഞാൻ എപ്പോഴും വചനം വെച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ കണ്ടിന്യൂ ഇതായിരിക്കും. ഒന്നെങ്കിൽ ഡൊമിനിക് അച്ഛൻ്റെ അല്ലെങ്കിൽ വട്ടായച്ചൻ്റെ ഇതെല്ലാം ടോക്കുകൾ എന്തെങ്കിലും രാത്രി 12 മണി വരെ ഫുൾ ടൈം ടോക്ക്. ഏതെങ്കിലും ഒരു ഡാനിയൽ അച്ഛൻ അല്ലെങ്കിൽ തോമസ് പോള് ഇങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകരെയും ഞാനത് കണ്ടിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിള്ളേരാണേലും അതിനകത്ത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവർ വേറൊരു ടിവിയുടെ വേറൊരു ഇതിലേക്ക് പോകാതെ അത് തന്നെ കാണുക, അതിനകത്ത് മിങ്കിൾ ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് MP3 ആക്കി അങ്ങനെ ഇരുന്ന് ഇതാക്കി വീഡിയോ ഓഡിയോ ആക്കി ഇതൊക്കെ ആക്കി ചെയ്ത കംപ്ലീറ്റ് ആക്കി പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും ചെയ്യും. CD ആക്കി ആൾക്കാർക്ക് അത് കൊടുക്കും ചെയ്യും. ഓരോരുത്തർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും, വണ്ടിയിലിടാനൊക്കെ അത് കൊടുക്കും എല്ലാവർക്കും. നമ്മൾക്കതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അല്ല ആരാധന, വിടുതൽ, ശുശ്രൂഷ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. ജോയിച്ചേട്ടൻ ആദ്യമേ തുടങ്ങി തന്നെ ഇങ്ങനെ ആത്മീയമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണോ? ഇങ്ങനെ കുദാശകളിലും വചന ശുശ്രൂഷകളിലും ഒക്കെ ആയിട്ട് ആദ്യമേ തന്നെ ഇതിനകത്ത് ആയിരിക്കുന്നൊരു വ്യക്തിയാണോ? ഞാൻ 2012 വട്ടായച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു ദുബായിൽ, സെൻറ്റ് മേരീസ് ദുബായ്. അപ്പോൾ അന്നേരം ഞാൻ ആ ധ്യാനം 5 ദിവസം ഞങ്ങൾ പോയി കൂടിയ ശേഷം മദ്യപാനം ലോകത്തിൻ്റെതായ എല്ലാ തരികിടകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു. കുപ്പി എടുത്ത് ഞാൻ ഒഴിച്ചു കളഞ്ഞു. അതിനുശേഷം ഞാൻ ലോകത്തിൻ്റെതായ ഒരു കാര്യമൊക്കെ വിട്ടു. ആ ധ്യാനത്തിലൂടെ ആത്മാക്കളെ രക്ഷിക്കണം എന്നുള്ള ഒരു വലിയൊരു ദാഹം ജോയില് നിറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം ആ ഒരു ചിന്തകളായിരുന്നു. ഭയങ്കര വിഷമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ മാത്രം പോയാൽ മതി. മറ്റുള്ള ഒരു ക്യാമ്പിൽ എത്ര തരം ആൾക്കാർ, ഞാൻ ക്യാമ്പസ് അല്ലായിരുന്നു, ഒരു 25 വർഷം ഒരു കമ്പനിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ നമ്മൾ മാത്രം പോയാൽ പോലും നമ്മൾ ദൈവം നന്നായ പോലെ അങ്ങനെ ഭയങ്കര വിഷമായി. അങ്ങനെ ഇവരൊക്കെ ഞങ്ങൾ കൊടുത്ത് ഓരോ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കാനും പറ്റാമെന്നും നമ്മുടെ വണ്ടിയിലൊക്കെ അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിപ്പിക്കാനും കുർബാന കുടിപ്പിക്കാനും മലയാളം
മലയാളം കുർബാനയ്ക്ക് കൂടി ഇവരെ കൂടി ചേർന്ന് കൂട്ടായ്മകളോട് ചെയ്യുന്നു, പള്ളിയിലുള്ള കൂട്ടായ്മകളോട് ചെയ്ത് റീച്ച് ഔട്ടും കരിസ്മേരെ കൂടെ ചേർന്ന് ഓരോരുത്തരെ കൊണ്ടുവന്ന് അവരെയൊക്കെ കുർബാന സമയത്ത് കുമ്പസാരിപ്പിച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അതുകൂടാണ്ട് അവർക്ക് വേണ്ട ബൈബിള്, കൊന്ത, അവർക്ക് വേണ്ട എന്ത് വേണോ അവർ വീട്ടിലൊക്കെ റൂമിലൊക്കെ പടം ഈശോൻ്റെ പടമൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ എല്ലാത്തിനും അവരെ കൂടെ നിന്നിരുന്നു ക്യാമ്പിൽ. അങ്ങനെ ഒരു ഇത് വളരാൻ ക്യാമ്പിൽ ഒരു ക്യാമ്പ് അങ്ങനെ ഒരു ആത്മീയമായിട്ട് വളരാൻ അന്നേരമായിരുന്നു ക്യാമ്പ്. മുന്നേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മുന്നേ ആർക്കൊക്കെ കള്ള് വേണം, ആർക്കൊക്കെ എന്തെങ്കിലും കുറവുണ്ട്, ഇത് അതിനുശേഷം ഇതൊക്കെ കൊടുക്കാനും മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ബൈബിള് ആദ്യം ഇങ്ങനെയായിരുന്നു. മുന്നേ വേണ്ടപ്പോൾ ഒരു കള്ളിന് കുറവാൻ പാടില്ല, മറ്റേ മദ്യം കുറവ് പാടില്ല, പിന്നെ ലോകത്തിന്റെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കായിരുന്നു. പക്ഷെ ഇതൊക്കെ വിട്ട് ദൈവം അന്നേ മുതൽ പിന്നെ അതിനുശേഷം ഒരു ഉപേക്ഷിച്ച ശേഷം ദൈവത്തിന് വേണ്ടി പിന്നെ നമ്മൾ കൂട്ടാളി ഭാര്യ എന്ത് പറയണോ അത് നമ്മൾ കേൾക്കാനൊരു ഒരു നന്മ, എന്ത് കേൾക്കാനുള്ള ഒരു ഇത് കേട്ടാൽ അത് ഭയങ്കര അഭിഷേകം. നമ്മളൊരു ആളെ സ്വീകരിക്കുക, അത് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ മുന്നേ നമുക്ക് ദേഷ്യം, പക്ഷെ അത് ദേഷ്യം കൊണ്ടുവരുന്നത് ആരാ, അപ്പം അതനുസരിച്ച് നമ്മളത് എളിമയിൽ അത് ആര് മക്കളായാലും എന്തായാലും കേൾക്കാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അഭിഷേകം. അത് പറയുന്നത് ശരിയാണല്ലോ, അവർ പറയുന്നില്ല, എന്തോ ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നെ അത് അവിടെ ആകെ അന്നേരം നമ്മുടെ ഉള്ള ഇതൊക്കെ പോയിട്ട് വീട്ടിൽ. പക്ഷെ ഇത് നമ്മൾ ഒരാളെ പറയുന്നത് അവൻ എന്താ പറയണ്ടത് എന്ന് സ്വീകരിക്കുക, അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളിമ, അതിലൊരു എളിമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അതിന് മുന്നേ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇതോടുകൂടി എൻ്റെ എല്ലാം ഇങ്ങനെ ഓരോ കർത്താവ് ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക നിർത്തി എന്നെല്ലാം പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴാണത് നന്നായിട്ട് മനസ്സിലായത്. കാരണം ഇപ്പോൾ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാ ഫൈനാൻസ് ഞാൻ പറഞ്ഞില്ല, ബാലൻസ് ആയ പൈസയുടെ ഇതിലായാലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. ഒരാൾ പോയി അതിൻ്റെ വിഷമം അങ്ങനത്തെ ഒരു ഒന്നുമില്ല. പക്ഷെ മറ്റുള്ളവർ പുറത്ത് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമാരി ആൾക്കാർ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ജോലി ഇല്ലേ, ഇത്രയും ആൾ ജോലിയായിട്ട് 7 മക്കളൊക്കെ എങ്ങനെയാണ്, എനിക്കൊന്നും കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ലൊരു ജോലി നല്ല. അപ്പോഴാണ് നമുക്കൊരു വിഷമം, ആ ഒരു വിഷമം അവരൊരു വിഷമം. അപ്പൊ എനിക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദൈവം അത് കറുത്ത. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ നമുക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. വിജിക്ക് കുദാശകളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? വിജി എന്നോട് പറഞ്ഞത് കുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞു, ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത്, ഒരു പ്രത്യേക ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം എന്നൊരു വിചാരമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാൽ മാത്രമേ എനിക്ക് ആ ബ്ലെസ്സിങ് കിട്ടുള്ളൂ എന്നുള്ളൊരു വിചാരമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു ദിവസം പോയപ്പം ആ അച്ഛനല്ലായിരുന്നു വന്നത്, വേറൊരു അച്ഛനായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തന്നു, ഈശോയുടെ പ്രതിപുരുഷനാണ് കുമ്പസാര കൂട്ടിലിരിക്കുന്നതെന്നും ആ പാപമോചനം തരുന്നത് ഈശോ തന്നെയാണെന്നുള്ളൊരു ഓർമ്മ കിട്ടി പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനതങ്ങ് ആ സെൻസോടെ ഞാനതങ്ങ് ആ ബ്ലെസ്സിങ്, ഫൈനൽ ബ്ലെസ്സിങ് ഞാൻ സ്വീകരിച്ചു. അന്ന് വലിയൊരു വിടുതലായിരുന്നു. ആ ഞാൻ കുമ്പസാരിച്ച പാപങ്ങളിൽ നിന്ന് എനിക്ക് വലിയൊരു വിടുതലാണ് അന്ന് കിട്ടിയത്. അതിനുശേഷം ഇങ്ങനെ ഇന്ന അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കൂ, ആ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാലേ എനിക്ക് പാപമോചനം കിട്ടുമെന്നൊക്കെയുള്ള ആ ഒരു തെറ്റായ ചിന്ത എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഏശയ്യാ 59:21 വചനം പറയുന്നത് ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ഒരു വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നതും ദൈവവചനം അനുസരിക്കുന്നതും. മാതാപിതാക്കളായ ഞങ്ങളിൽ നിന്ന് അത് തീർച്ചയായും മക്കളിലേക്ക് ആ വിശ്വാസം പകരപ്പെടുന്നത് തന്നെയാണെന്നാണ് വചനത്തിൽ പറയുന്നത്. അത് നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലോകം മുഴുവനിലേക്കും വ്യാപിക്കാൻ വളരെ ശക്തമാണ് നമ്മുടെ ക്രിസ്തു ഈശോയുടെ വചനം. മനു, പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനുമൊക്കെ പിള്ളേർ മടി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ കാണാറുണ്ട് എന്നും നിങ്ങൾ പള്ളിയിൽ പോകുന്നത്. നിങ്ങളെല്ലാവരും മിക്കവാറും നമ്മൾ ഒരുമിച്ചാണ് തിരിച്ചു വരുന്നതൊക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നും പള്ളിയിൽ പോകാനായിട്ടൊരു പ്രയോജനം തോന്നുന്നത്? ചെറുപ്പം മുതലേ മാതാപിതാക്കൾ എന്നെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട്. പണ്ട് എനിക്ക് അതിന് വലിയ താല്പര്യം ഉണ്ടാകാറില്ല. കാരണം എനിക്ക് രാവിലെ എണീച്ച് പോകുന്നതും അതൊക്കെ ഒരു മടിയായിരുന്നു. സ്കൂളിൽ പോകാൻ തന്നെ എനിക്ക്
മടിയാണ് രാവിലെ എണീറ്റ് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ആകെ 2 ദിവസം കിട്ടും, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. പണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച മാത്രമേ കുർബാനയ്ക്ക് പോകാറുള്ളൂ. പക്ഷേ രാവിലെ എണീറ്റ് പോകുമ്പോൾ എനിക്ക് ഒരു മടിയാണ്. പിന്നീട് എനിക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും ഞാൻ തന്നെ രാവിലെ പോയി തുടങ്ങുകയും പള്ളിയുടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് അതിന് എളുപ്പമാകുകയും ചെയ്തു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 25-ാം വചനത്തിൽ പറയുന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഇന്ന് സഭയോടും സഭയുടെ നിയമങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് പാറമേൽ പണിത ഒരു കുടുംബത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഇവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകമുള്ള ഓരോ കുടുംബങ്ങളും ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാദാനമായ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ നിന്നും സന്തോഷത്തോടെ സ്വീകരിച്ച ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതോടൊപ്പം നിസ്സാര കാര്യങ്ങളെ പ്രതി കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരുപാട് കുടുംബങ്ങളുള്ള ഈ ലോകത്തിൽ ജീവൻ്റെ പ്രഘോഷകരായി നമുക്ക് മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.